നമ്മള് ഈ മമ്മൂട്ടിന് മോഹൻലാലിന്റെ പടത്തിന് പോയിട്ട് മോഹൻലാലിന്റെ എൻട്രി വരുമ്പോ അല്ലെങ്കിൽ മാസ് സീൻ വരുമ്പോ നമ്മൾ കൈയടിക്കൂലേ, അതിനേക്കാളും ആവേശമായിരുന്നു ഈ ചന്ദ്ര. അതായത് കല്യാണിന്റെ ഓരോ സീനുകളുണ്ട് മോനെ. ഇവള് കണ്ണലിങ്ങനെ തുറക്കുന്ന സീനും പിന്നെ ഫൈറ്റ് സീനെല്ലാം ഉണ്ട് മോനെ. ശരിയായ ഇതായത് മുത്തെ കാര്യം പറയാലോ. മസ്റ്റ് വാച്ച് മൂവി. ലോകന്റെ റിവ്യൂ എനിക്ക് പറയണം. ഗൈസ് ഞാൻ പറയാം, ലോകന്റെ റിവ്യൂ ആയിരുന്നു. മുൻവഴിയെ നമ്മളിപ്പോഴുള്ള എല്ലാവരും ഒരുമിച്ചാണ് ലോകക്ക് പോയത്. മോനെ പറയട്ടെ, മോനെ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗേൾ ക്യാരക്ടറിനോട്, ഒരു ഗേൾ സൂപ്പർ ഹീറോനോട് എനിക്ക് ആരാധന തോന്നിപ്പോയി. അല്ലെങ്കിൽ ഒരു ആക്ട്രസിനോട്. നമുക്ക് പൊതുവെ മോഹൻലാൽ, മമ്മൂട്ടി, ടോവിനോ, ദുൽഖർ ഇവരോടുള്ള ആരാധന തോന്നും. ഓക്കെ, അതെല്ലാം സാധാരണ. എനിക്ക് ഇതുവരെ ഒരു നടീനോട് ആരാധന തോന്നിയിട്ടില്ല. ഇങ്ങനെ കട്ട ആരാധന ഇല്ലേ മോനെ. ചന്ദ്ര എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ വേഷം ചെയ്തതിന് മോനെ കല്യാണി എന്റെ മോനെ അല്ല ഇങ്ങനെ രോഗണിച്ചിട്ടല്ല. ഞാൻ ഒരു കാര്യം പറയാല, അതിലൊരു ബാർ ഫൈറ്റ്, ഇതിൽ സ്പോയിലർ എല്ലാവരും തിയേറ്ററിലേക്ക് വിട്ടോ. സ്പോയിലർ ഞാൻ പറയുന്നില്ല. പക്ഷെ മോനെ ഒരു അമേരിക്കൻ സ്റ്റൈൽ ഒരു ഫൈറ്റ് ഉണ്ട് മോനെ. ഒരു ബാർ ഫൈറ്റ് ഉണ്ട്. അതായത് ചന്ദ്ര വേഴ്സസ് പോലീസ് ഒരു ഫൈറ്റ് ഉണ്ട്. കാണണ്ട സിനിമ. ഡോണ്ട് സ്പോയിൽ. ഇല്ല സ്പോയിൽ ചെയ്യുന്നില്ല. ചാത്തന്മാർ വരും. സ്പോയിൽ ചെയ്തില്ല. ചാത്തന്മാർ വരും. പടം കണ്ടവർക്ക് അറിയാം, ചാത്തന്മാർ വരും. ശരിയായ പടം. ഞാൻ കാര്യം പറയാം, ആദ്യമായിട്ട് പെണ്ണിങ്ങനെ കാണിച്ചിട്ട് രോമാഞ്ചം വരുന്നത് അല്ലെ. ഒരു ഗേൾ ആക്ടർ, ഒരു ആക്ട്രസിനോട് എനിക്ക് ആദ്യമായിട്ട് ഇത് തോന്നണം, ആരാധന തോന്നണം. കാരണം പിന്നെ നെസ്ലിനും അടിപൊളിയായിരുന്നു. പിന്നെ കുറെ കോമഡി ഉണ്ട്. ചിരിച്ച് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. കാര്യം പറയല, ഒരു സൂപ്പർ ഹീറോ മൂവി ഒക്കെ ഒരു ഹൊറർ ടൈപ്പ് അല്ലാതെ പോസ്റ്ററിലെല്ലാം കാണുമ്പോൾ അങ്ങനെയല്ല ആയിരിക്കും. സംഭവം സീരിയസ് പടം തന്നെയാണ്, ഒരു സീരിയസ് കഥയെല്ലാം തന്നെയാണ്. പക്ഷെ കുറെ കോമഡി, കറക്റ്റ് അളവില് കോമഡി. ചിരിച്ച് ചന്ദ് നമ്മുടെ സലീം കുമാറിന്റെ മോന്റെ ശരിയായ കുറെ സീൻസ് ഉണ്ട്. ചിരിച്ച് നമ്മൾ പടം തുടങ്ങി തീരുന്നവരെ ഇടക്കിടക്കേ കോമഡി ഉണ്ട്. ഇടക്കിടക്കേ ചിരി കിട്ടും. മാസുണ്ട്. നല്ല നല്ല അടിപൊളി ഫൈറ്റ് സീനുകളുണ്ട്. ഒരു സെക്കൻഡ് പോലും ലാഗ് അടുപ്പിച്ചില്ല. അടിപൊളിയായിരുന്നു. പിന്നെ ആകെ ഇടങ്ങാറായത് ഇത് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ പോകുമ്പോ. അപ്പം ബാക്കിൽ നിന്ന് കുറെ ആൾ എന്നെ മനസ്സിലായിട്ട് ഇടക്കിടക്ക് പടത്തിനെടുക്കുക തൊപ്പി വെള്ളം വേണം, ഒപ്പണം ഇങ്ങനെ ഇടക്കിടക്കെ ഒച്ചപ്പാടുണ്ടാക്കി. അത് എനിക്ക് കുറച്ച് ഇറിറ്റേഷൻ ആയി. അത് കാര്യം പറയാം. അല്ലാണ്ട് പടത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല. ആ 3 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. കാര്യം പറയാം, ഒരു സെക്കൻഡ് ഡിലേ ഇല്ല, ലാഗ് ഇല്ലാണ്ട് കിടില മൂവി. മസ്റ്റ് വാച്ച്. ലോക എല്ലാരും പോയിട്ട് തിയേറ്ററിലെല്ലാം പോയിട്ട് കാണാം. മോനെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. എന്റെ ഉമ്മ സത്യ പ്രൊമോഷൻ അല്ല. മുത്ത 100% വേർത്ത് ഇറ്റ്. മണി കൊടുക്കുന്ന പൈസക്ക് വേർത്ത് ആയിട്ടുള്ള മൂവി. ഓക്കെ, ആരെ നോക്കി റെസ്പെക്ട് റിലീജിയൻ, റെസ്പെക്ട്. നമ്മള് 100% നമ്മൾ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. നബിദിനത്തിന് ഉസ്താമാരെ കൊണ്ടുവന്നിട്ട് മൗലൂദ് നടത്തി കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്ട് ആവോ എന്നുള്ളതാണ് എന്റെ പേടി. മനസ്സിലാവും. അങ്ങനെ ഉണ്ട്. ലൈവില് ഉസ്താമാരെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ചാറ്റിന്റെ കൊണ്ടുവന്നൂടെ?